الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും പാലിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലുടനീളം അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും ശുദ്ധ പ്രകൃതിയിൽ സൃഷ്ടിച്ചു. നമ്മുടെ ഖാലിഖ് അല്ലാഹുവാണ്. നമ്മളെ ഓരോരുത്തരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച് പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. സൃഷ്ടിപ്പിന്റെ പൂർണ്ണാധികാരം അല്ലാഹുവിന് മാത്രമാണ്. അല്ലാഹുവാണ് നമ്മുടെ റബ്ബ്. കാരണം അവനാണ് നമ്മളെ സൃഷ്ടിച്ചത്, അവനാണ് നമ്മുടെ ഉടമസ്ഥൻ, അവനാണ് നമ്മെ നിയന്ത്രിക്കുന്നവൻ, നമുക്ക് റിസ്ക് നൽകുന്നവൻ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാത്രം അവകാശമാണ്. അഫറഅയ്തും മാ തുന്നൂൻ അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ചിന്തിപ്പിക്കാൻ വേണ്ടി ചോദിച്ചൊരു ചോദ്യമാണ്. നിങ്ങൾ മനിയെ സംബന്ധിച്ചിട്ട് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളാണോ അതിനെ സൃഷ്ടിച്ചത്, അതല്ല നാം ആണോ സൃഷ്ടിച്ചത്? അല്ലാഹു ഖാലിഖു കുല്ലി ഷൈ, സകല വസ്തുക്കളുടെയും സ്രഷ്ടാവ് അല്ലാഹുവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളയാണ് നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ചത് എന്ന് പല ആയാത്തുകളിലൂടെയും സ്ഥിരീകരിക്കുന്നുണ്ട്, സമർത്ഥിക്കുന്നുണ്ട്, നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത്? നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിക്കുന്നതിൽ അള്ളാഹുവിനൊരു ലക്ഷ്യമുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞിട്ടുണ്ട്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഇബാദത്ത് അല്ലാഹുവിന് മാത്രമാക്കാൻ വേണ്ടിയാണ് നാം ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൃഷ്ടാവാണെന്നും നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുമ്പോൾ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം നാം നിരന്തരമായി ഓർത്തുകൊണ്ടേയിരിക്കേണ്ടതുണ്ട്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ സൃഷ്ടിച്ചത്? ഈ ഭൂമി ലോകത്ത് ഈ കണ്ടു കാണുന്ന വസ്തുക്കളെ അല്ലാഹു സജ്ജീകരിച്ചു തന്നത് എന്തിനാ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ നമ്മെ ജീവിക്കാൻ വിട്ടത് എന്തിനാ? ആ അല്ലാഹുവിന്റെ ലക്ഷ്യങ്ങൾ അനുസരിച്ചാണോ ഞാൻ ജീവിക്കുന്നത്? അല്ലാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചാണോ ഞാൻ ജീവിക്കുന്നത് എന്നത് നാം ഓരോരുത്തരും നമ്മെ പരിശോധിച്ചു നോക്കേണ്ടതുണ്ട്, ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതവും മരണവും സംവിധാനിച്ചു. നമ്മളെ സൃഷ്ടിക്കുകയും നമുക്ക് ജീവിതവും മരണവും വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തു. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതവും മരണവും വ്യവസ്ഥപ്പെടുത്തിയത്? ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ആര് എന്ന് അല്ലാഹുവിന് അറിയാൻ. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയണം നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവരാര് എന്ന്. അല്ലാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുന്നവരാര് എന്ന് അല്ലാഹുവിന് അറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവരാര് എന്ന് അറിയാനാണ് ജീവിതത്തെയും മരണത്തെയും സംവിധാനിച്ചത് എന്നാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. അപ്പോൾ ജീവിതം ലക്ഷ്യബോധമുള്ളതാകണം, അർത്ഥമുള്ളതാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പ് തന്റെ അധികാരത്തിലുള്ളതാണെന്ന് പ്രഖ്യാപിക്കുകയും എല്ലാം സൃഷ്ടിച്ചത് ഞാനാണെന്ന് പ്രഖ്യാപിക്കുകയും എന്നിട്ട് മനുഷ്യരോട്, ഓ മനുഷ്യരെ, നിങ്ങളെ സൃഷ്ടിച്ചത് എന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കാനാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ ആ അല്ലാഹുവിനെ അംഗീകരിച്ച, അല്ലാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് അല്ലാഹുവിന് കരാറ് കൊടുത്തവർ ആലോചിക്കേണ്ടതുണ്ട് എന്റെ ജീവിതം എങ്ങോട്ട് പോകുന്നു എന്നുള്ളത്. അല്ലാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചാണോ ഞാൻ ജീവിക്കുന്നത്? ആദ്യം നാം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം അതാണ്. എന്റെ ജീവിതം അല്ലാഹുവിന്റെ കൽപ്പന നിരോധന നിർദ്ദേശങ്ങൾ അനുസരിച്ചാണോ? ഞാൻ അല്ലാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണോ? ഇബാദത്തുകൾ അല്ലാഹുവിന് മാത്രം നൽകുന്ന ആളാണോ? എന്റെ ജീവിതത്തിൽ ശിർക്ക് വരുന്നുണ്ടോ ഇല്ലയോ എന്നത് നാം പരിശോധിക്കണം. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന പ്രവർത്തനങ്ങളാണോ ഞാൻ ചെയ്യുന്നത്? അതല്ല ആരെങ്കിലും ഉണ്ടാക്കിയ പ്രവർത്തനങ്ങൾ ഇബാദത്തായിട്ട് ഞാൻ ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ ദൈനംദിനം നാം പരിശോധിച്ചു കൊണ്ടേയിരിക്കേണ്ടതുണ്ട്. നാം പല കാര്യങ്ങളെയും കണക്ക് കൂട്ടാറുണ്ട്, പ്ലാൻ ചെയ്യാറുണ്ട്, വ്യവസ്ഥപ്പെടുത്താറുണ്ട്, അതിനുവേണ്ടി ഒരുങ്ങാറുണ്ട്. എന്നാൽ മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതമുണ്ട് എന്ന് ബോധമുള്ളവൻ, മരിക്കുമെന്ന ബോധമുള്ളവൻ, ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് അല്ലാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചാണ് എന്ന് ബോധമുള്ളവൻ, അല്ലാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചാണ് ഞാൻ ജീവിക്കേണ്ടത് എന്ന ബോധമുള്ളവൻ, അവൻ നിരന്തരമായി ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു വിഷയമാണത്. രാവിലെ ഉറങ്ങി എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങാനും കിടക്കുന്നത് വരെയുള്ള ഒരു മുഅ്മിനിന്റെ ചിന്ത. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഏൽപ്പിച്ച അവന്റെ ദൗത്യ പൂർത്തീകരണത്തിനിടയിൽ അവൻ ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. നാം എല്ലാവരും നല്ല സൗഖ്യമുള്ള ജീവിതം ആഗ്രഹിക്കുന്നവരാ, സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാ. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിലൂടെ അല്ലാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുന്നതിലൂടെ നമുക്ക് വാഅദ ചെയ്യുന്നതും അതാണ്. അല്ലാഹു പറഞ്ഞത്, ആണാകട്ടെ പെണ്ണാകട്ടെ വിശ്വാസിയായിക്കൊണ്ട് ആരെങ്കിലും സൽപ്രവർത്തനങ്ങൾ ചെയ്താൽ, ആണാകട്ടെ പെണ്ണാകട്ടെ വിശ്വാസിയായിക്കൊണ്ട് ആരെങ്കിലും സൽപ്രവർത്തനങ്ങൾ ചെയ്താൽ, സൽപ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടാൻ ഈമാൻ ശർത്താണ്. തൗഹീദുള്ളവന്റെ പ്രവർത്തനങ്ങൾ മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ.
മുവഹിദല്ലാത്ത ഒരാൾ എത്ര വർഷം നിസ്കരിച്ചാലും അവന്റെ നിസ്കാരം സ്വഹിയാകുകയില്ല. നോമ്പ് നോറ്റാൽ നോമ്പ് സ്വഹിയാകുകയില്ല. ഹജ്ജ് ചെയ്താൽ ഹജ്ജ് സ്വഹിയാകുകയില്ല. അള്ളാഹു സ്വീകരിക്കുകയില്ല. ഒരാൾ ദർഗയിൽ പോയി മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണ് എങ്കിൽ, അവർക്ക് നേർച്ച വഴിപാടുകൾ നടത്തുന്ന ആളാണ് എങ്കിൽ, അവിടെ സുജൂദ് ചെയ്യുന്ന ആളാണ് എങ്കിൽ, അവന്റെ ഭരമേൽപ്പിക്കലും മറ്റും ദർഗയിലാണ് എങ്കിൽ അവന്റെ നിസ്കാരം ബാത്തില. നിസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല. അവന്റെ നോമ്പ് ബാത്തില. അവന്റെ നോമ്പ് അള്ളാഹു സ്വീകരിക്കുകയില്ല. അവന്റെ ഹജ്ജും മറ്റ് സകല സൽക്കർമ്മങ്ങളും ബാത്തില. കാരണം അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനാണ് അവൻ. ദർഗയുള്ള മരിച്ചു പോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനാണ് അവൻ. സഹായം തേടുന്നവനാണ് അവൻ. അത് ശിർക്കാണ്, കൊടിയ ശിർക്കാണ്. ആദ്യത്തെ പ്രവാചകൻ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായം ചെയ്ത ശിർക്ക്, അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമുഖീകരിച്ച കൗമ് ചെയ്ത ശിർക്ക്, മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് പോലുള്ള ശിർക്ക് കുഫറുകൾ ചെയ്തവന്റെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാൻ തൗഹീദ് ഷർത്താണ്, ഈമാൻ ഷർത്താണ്. അതാണ് അല്ലാഹു പറഞ്ഞത്, ആരെങ്കിലും സൽപ്രവർത്തനങ്ങൾ ചെയ്താൽ എങ്ങനെ വഹുവ മുഅ്മിൻ, അവൻ വിശ്വാസിയായിക്കൊണ്ട് സൽപ്രവർത്തനങ്ങൾ ചെയ്താൽ, ഈമാനോടുകൂടി സൽപ്രവർത്തനങ്ങൾ ചെയ്താൽ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ, അവർക്ക് ഏറ്റവും നല്ല പരിശുദ്ധമായ ജീവിതം നാം അവന് വിഭാവനം ചെയ്യുന്നതാണ്, ജീവിപ്പിക്കുന്നതാണ് എന്ന്. ഇവിടെ പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞത് ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ, ത്വയ്യിബായ ജീവിതം നാം അവനെ ജീവിപ്പിക്കുന്നതാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുനിയാവില. അവൻ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും ഉചിതമായ പ്രതിഫലം നാളെ ആഖിറത്തിൽ അല്ലാഹു നൽകുമെന്ന് തൊട്ട് ആയത്തിൽ അല്ലാഹു പറയുകയും ചെയ്യുന്നുണ്ട് എന്നതുകൊണ്ട് ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ, ഹയാത്തുൻ ത്വയ്യിബ, പരിശുദ്ധമായ പവിത്രമായ ജീവിതം നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നു. സമാധാനപൂർണമായ ജീവിതം എല്ലാവരും ആഗ്രഹിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജീവിതം നിങ്ങൾക്ക് തരാമെന്ന് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എപ്പോൾ? അമൽ ചെയ്താൽ, മുഅ്മിനായിക്കൊണ്ട്. സൽപ്രവർത്തനങ്ങൾ, മുവഹീദുകൾ, മുഅ്മിനുകൾ അല്ലാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കാൻ തയ്യാറായാൽ അവർക്ക് ഭൂമി ലോകത്തുള്ള ജീവിതം ഹയാത്തുൻ ത്വയ്യിബയായിരിക്കുമെന്ന് അല്ലാഹുവിന്റെ വഅദയാ. ഇസ്ലാം നിർഭയത്വം, സമാധാനം ഓഫർ ചെയ്യുന്ന ദീനാണ്. അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുക എന്നതോടൊപ്പം തന്നെ നമ്മുടെ രണ്ടാമത്തെ ബാധ്യത മറ്റുള്ളവരെ ആ ജീവിതത്തിലേക്ക് ക്ഷണിക്കുക എന്നതാണ്. ആ ജീവിതത്തിലേക്ക് ക്ഷണിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചുള്ള ജീവിതത്തിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുക. ആദ്യമായി തൗഹീദിലേക്ക് ക്ഷണിക്കുക. ശിർക്കിന്റെ ഗൗരവം പറഞ്ഞു കൊടുക്കുക. ശിർക്ക് ചെയ്തവൻ നരകത്തിലാണ്, അവന്റെ കർമ്മങ്ങൾ ബാത്തിലാണ്. അള്ളാഹു അല്ലാത്ത ഒരാളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ നടത്താൻ പാടില്ല. അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടാനോ വരമേൽപ്പിക്കാനോ പാടില്ല. സകല പ്രാർത്ഥനകളും സഹായതേട്ടങ്ങളും വരമേൽപ്പിക്കലുകളും നേർച്ച വഴിപാടുകളും അള്ളാഹ്ക്ക് മാത്രമാണ് എന്ന തൗഹീദിലേക്ക് ആദ്യം ക്ഷണിക്കുക. രണ്ടാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്ക് ക്ഷണിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന പ്രവർത്തനങ്ങളാണ് ദീൻ. അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ദുനിയാവിലും ആഖിറത്തിലും വിജയം ഉണ്ടാകുക. ഇത് വളരെ അടിസ്ഥാനപരമായ ഒരു അടിത്തറയാണ് നാം മനസ്സിലാക്കേണ്ട. നാം ഇതനുസരിച്ച് ജീവിക്കുകയും മറ്റുള്ളവരെ ഇതിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അർത്ഥമുള്ള ജീവിതം നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നു. ലക്ഷ്യബോധമുള്ള ഒരു ജീവിതം കാഴ്ചവെക്കാൻ സാധിക്കുന്നു. ഈ ഭൗതിക ജീവിതത്തിൽ സമാധാനവും നിർഭയത്വവും ഉള്ള ഒരു ജീവിതം നമുക്ക് ഉണ്ടായിത്തീരുകയും ചെയ്യുന്നു. അല്ലാഹുവിന്റെ വാദയാ, അല്ലാഹു വാദ ചെയ്തതാ. അല്ലാഹു പറഞ്ഞു, നിങ്ങൾക്ക് പൂർവികർക്ക്, നിങ്ങൾക്ക് മുമ്പേ കഴിഞ്ഞു പോയവർക്ക് നാം വാദ ചെയ്തിട്ടുണ്ട്. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ഈമാൻ ഉൾക്കൊള്ളുകയും ചെയ്തവർക്ക് നാം വാദ ചെയ്തിട്ടുണ്ട്. എന്താണ് അല്ലാഹു ചെയ്ത വാദ? 3 കാര്യങ്ങൾ അല്ലാഹു വാദ ചെയ്തു. 1, നിങ്ങൾക്ക് നിർഭയത്വം തരാം. 2, ദീനനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തരാം. 3, ഭൂമിയിൽ ആധിപത്യം നൽകാം.
3 വാദയാണ് അള്ളാഹു ചെയ്യുന്നത്. ഒന്ന്, ഈ ഭൂമിയിൽ ആധിപത്യം നൽകും, ഭൂമി നിങ്ങൾക്ക് സൗകര്യമുള്ളതാക്കി തരും. രണ്ടാമത്തേത്, നിർഭയത്വം ഉണ്ടാക്കി തരും. നിർഭയത്വം, പേടിക്ക് ശേഷം നിർഭയത്വം ഉണ്ടാക്കി തരും. മൂന്നാമത്തേത്, ഈ ദീനനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തരും. തൗഹീദ് അനുസരിച്ച്, സുന്നത്തനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യം അള്ളാഹു ഏർപ്പെടുത്തി തരും. എന്താണ് കണ്ടീഷൻ? എനിക്ക് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ, ശിർക്ക് ചെയ്യാൻ പാടില്ല. തൗഹീദ് ആരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുവോ, അള്ളാഹുവിന്റെ കൽപ്പന നിരോധന നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള ജീവിതം എവിടെ ഉണ്ടാകുന്നുവോ അവിടെ അള്ളാഹു വാദ ചെയ്ത ഈ കാര്യം അള്ളാഹു സാക്ഷാത്കരിക്കുന്നതാണ്, ഉണ്ടാക്കി തരുന്നതാണ്. നിർഭയത്വമുള്ള ജീവിതം, സമാധാന അന്തരീക്ഷം, അത് ആഗ്രഹിക്കാത്ത പ്രതീക്ഷിക്കാത്ത ആരും തന്നെ ഇല്ല. അത് അല്ലാഹു സുബ്ഹാനഹു തആല വാദ ചെയ്യുന്നത് അള്ളാഹുവിന്റെ കൽപ്പന നിരോധന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കലിലൂടെ മാത്രമാണ് എന്ന. അതെ, ദുനിയാവിലെയും ആഖിറത്തിലെയും പരിപൂർണമായ വിജയം അള്ളാഹു വെച്ചിട്ടുള്ളത് ദീനനുസരിച്ചുള്ള ജീവിതത്തിലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിഹാദ് പോലും നിർബന്ധമാക്കിയത് ജിഹാദി എന്ന പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയല്ല, മറിച്ച് നിർഭയത്വത്തിന് വേണ്ടിയാ, ദീന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയാ, ദീൻ ഉണ്ടാകാൻ വേണ്ടിയാ, ദീനനുസരിച്ചുള്ള ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാ, സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയാ. ജിഹാദ് ഒരിക്കലും ഒരു ഭീകരതയല്ല, അതൊരു കുഴപ്പം സൃഷ്ടിക്കലല്ല, മറിച്ച് സമാധാനം ഉണ്ടാക്കാൻ, നിർഭയത്വം ഉണ്ടാക്കാൻ, അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചുള്ള ജീവിതം ഒരു നാട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ജിഹാദിനെ നിയമമാക്കിയത് എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇസ്ലാം ഒരിക്കലും ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല, തീവ്രവാദത്തെ ഇസ്ലാം ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നില്ല. സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുക എന്നതാണ് ഇസ്ലാമിന്റെ ലക്ഷ്യം. സമാധാനം ഉണ്ടാകൽ എങ്ങനെയാണ് എന്നതും ഇസ്ലാം വിശദീകരിച്ചിട്ടുണ്ട്. അത് ലോകത്തിന്റെ സ്രഷ്ടാവിനെ കീഴ്പ്പെടല, അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കല. എന്നാൽ അള്ളാഹുവിന്റെ കൽപ്പന നിരോധന നിർദ്ദേശങ്ങൾക്ക് ലംഘനം വരുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നിർഭയത്വം എടുത്തു കളയും, ഈ സൗകര്യം അള്ളാഹു എടുത്തു കളയും. പ്രയാസങ്ങൾ നേരിടേണ്ടി വരും, പ്രതിസന്ധികൾ നേരിടേണ്ടി വരും, സൗകര്യങ്ങളും സുഖങ്ങളും ഇല്ലാതെ പോകും, ശത്രുക്കളെ പേടിച്ച് ഒതുങ്ങിക്കൂടേണ്ട അവസ്ഥ ഈ ഉമ്മത്തിന് ഉണ്ടായിത്തീരും. എപ്പോൾ തൗഹീദ് കയ്യിൽ നിന്നും പോയാൽ, റസൂലുള്ളാഹിന്റെ സുന്നത്തനുസരിച്ചുള്ള ജീവിതം ഇല്ലാതായാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് വിഭാവനം ചെയ്ത ഇസ്ലാം അത് വിശാലമായ ഒരു ജീവിത പദ്ധതിയാണ്. കേവലം നിസ്കാരം, നോമ്പ് പോലുള്ള ഏതെങ്കിലും ചില ഇബാദത്തുകളിൽ ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ചൊരു ജീവിത വ്യവസ്ഥയാണ് ഇസ്ലാം. അള്ളാഹുവിന്റെ കൽപ്പന നിരോധന നിർദ്ദേശങ്ങൾ അടങ്ങിയ വലിയ പദ്ധതിയാണ് ഇസ്ലാം. ആ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവർക്ക് നിർഭയത്വമാണ് ഇസ്ലാം വാദ ചെയ്യുന്നത്, പ്രാധാന്യം കൊടുക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സൃഷ്ടിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അള്ളാഹുവിന്റെ ദീനായി അള്ളാഹു നിശ്ചയിച്ചു തന്നത് ഒരു ആത്മാവിനെയും കൊല്ലാൻ പാടില്ല എന്ന, ഒരു നഫ്സിനെയും വെറുതെ കൊല്ലാൻ പാടില്ല എന്ന, അന്യായമായി ഒരു നഫ്സിനെ വകവരുത്തുക എന്നുള്ളത് ഒരു ജനതയെ മുഴുവനും കൊല്ലുന്നതിന് തുല്യമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത്. ഒരു മുഅ്മിനിനെ ആരെങ്കിലും അന്യായമായി കൊന്നാൽ അവൻക്ക് നരകം ശാശ്വതമാണ്. അവനെ അള്ളാഹു കോപിച്ചിട്ടുണ്ട്, അള്ളാഹു അവനെ ശപിച്ചിട്ടുണ്ട്, അവന് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്നിവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു മുസ്ലിമിനെ മനഃപൂർവ്വം കൊന്നാൽ, ഒരു ഈമാനുള്ള ആളെ മനഃപൂർവ്വം കൊല്ലാൻ പാടില്ല എന്ന അള്ളാഹു പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മുസ്ലിമിനെ, ഒരു മുഅ്മിനെ ചീത്ത വിളിക്കൽ അത് തെമ്മാടിത്തരമാണ്, ഒരു മുസ്ലിമിനോട് യുദ്ധം ചെയ്യൽ, പോരടിക്കൽ കുഫ്റാണ് എന്ന. സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ വഖിതാലുഹു കുഫ്റുൻ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്. ഒരിക്കലും അന്യായമായി മറ്റൊരാളെ അതിക്രമിക്കുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല, മറ്റൊരാളെ ഉപദ്രവിക്കുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല.
ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽപ്പെട്ട ഒരു തത്വമാണ് ബുദ്ധിമുട്ടുണ്ടാകാനേ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ലററ വലാ ലിറാർ, ലാ ലറർ, അങ്ങോട്ടേക്ക് ഉപദ്രവിക്കാൻ പോകാൻ പാടില്ല, വലാ ലിറാർ, ഇങ്ങോട്ട് ഉപദ്രവിച്ചവനെ തിരിച്ച് പകരം വീട്ടാനും പാടില്ല, രണ്ടുമില്ല. ലാ ലററ വലാ ലിറാർ, റസൂലുള്ളാഹിയുടെ പ്രയോഗം അങ്ങനെയാണ്. തുടക്കത്തിലെ അങ്ങോട്ട് പോയി ഉപദ്രവിക്കാനും പാടില്ല, ആരെങ്കിലും നമ്മെ ഉപദ്രവിച്ചാൽ തിരിച്ച് പകരം വീട്ടാനും പോകാൻ പാടില്ല. അതിന് ന്യായമായ വഴികൾ സ്വീകരിക്കണമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് ആദ്യം ചെയ്യേണ്ടത് പുറത്തു കൊടുക്കുക വേണ്ടത്. ഇങ്ങോട്ട് ഉപദ്രവിച്ചവന് മാപ്പ് കൊടുക്കാൻ തയ്യാറാവുക, അത് വലിയ ഗുണ. നമ്മളെ ഉപദ്രവിച്ചവരെ, നമ്മളെ പ്രയാസപ്പെടുത്തിയവർക്ക് മാപ്പ് കൊടുക്കുക എന്നുള്ളത് വലിയ ഗുണ. ഇതൊരു പൊതു തത്വമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഒരിക്കലും ഉപദ്രവം വരുത്തുക എന്നുള്ളത് ഇസ്ലാമിന്റെ അഡ്രസ്സിലുള്ളതല്ല, ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു വിഷയമല്ല. മറ്റുള്ളവർ അന്യായമായി കൊല്ലുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല, ചീത്ത വിളിക്കുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല, ഉപദ്രവം വരുത്തുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അതേപോലെ തന്നെ ഇത് മുസ്ലിമിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അതേപോലെ തന്നെ ഒരു കാഫിറായ വ്യക്തി, ആ വ്യക്തി ഒരു ഇസ്ലാമിക രാജ്യത്ത് വരികയാണ്. ആ രാജ്യത്തുള്ള ഭരണാധികാരിയോട് പറയുകയാണ്, എനിക്ക് നിർഭയത്വം തരണം, എനിക്കിവിടെ കുറച്ചു കാലം കച്ചവടം ചെയ്യാനുണ്ട്, കുറച്ചു കാലം ഇവിടെ എനിക്ക് ജീവിക്കാനുണ്ട്, അതുകൊണ്ട് എനിക്ക് നിർഭയത്വം തരണം, എനിക്ക് വിസ തരണം എന്ന് പറഞ്ഞാൽ ആ രാജ്യം അവന് വിസ കൊടുത്തു കഴിഞ്ഞാൽ അവൻ ആ ഇസ്ലാമിക രാജ്യത്തിന്റെ നിർഭയത്വത്തിലാണ്. അയാൾ ഉപദ്രവിക്കാൻ പാടില്ല, അയാളെ കൊല്ലാൻ പാടില്ല, അയാൾ ആക്രമിക്കാൻ പാടില്ല. കാരണം ഒരു മുസ്ലിം രാഷ്ട്രം നിർഭയത്വം കൊടുത്ത കാഫിറാണ് അയാൾ. അയാൾക്ക് മുസ്തഅ്മൻ എന്നാണ് പറയുക ഇസ്ലാമിന്റെ ഭാഷയിൽ. മുസ്തഅ്മൻ, അഭയം നൽകപ്പെട്ട വ്യക്തി. ആ വ്യക്തിക്ക് ഒരു പോറലും ഏൽപ്പിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. മുസ്ലിം രാജ്യത്ത് വന്ന് അഭയം ചോദിച്ചിട്ട് അഭയം കൊടുക്കപ്പെട്ട വ്യക്തിയാണ്. ഈ ആധുനിക കാലഘട്ടത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വിസ കൊടുത്ത് രാജ്യത്ത് പോയ ഒരാൾ, ഒരു ഇസ്ലാമിക രാജ്യത്ത് വിസ എടുത്ത് പോയ ആൾക്ക് അയാൾ കാഫിറാണെങ്കിൽ ആ രാജ്യത്തിന്റെ ഉത്തരവാദിത്തമാണ് അയാളുടെ നിർഭയത്വം എന്നത്. മറ്റൊരു കാഫിർ അയാൾ ദിമ്മിയാണ്. ദിമ്മി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കുന്ന കാഫിർ, ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കുന്ന ആളാണ്. ഇസ്ലാമിക രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട്, ഇസ്ലാമിക രാജ്യത്തിന് കപ്പം കൊടുത്തുകൊണ്ട്, ജിസിയ കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് ദിമ്മി. ആ ദിമ്മിയായ വ്യക്തിയെ കാഫിറാണെങ്കിൽ പോലും ഉപദ്രവിക്കാൻ പാടില്ല, കൊല്ലാൻ പാടില്ല, യുദ്ധം ചെയ്യാൻ പാടില്ല. അയാൾ ആ രാജ്യത്തിന്റെ കീഴിലാണ്. മറ്റുള്ളവർക്കുള്ള നിർഭയത്വം പോലെ ആ കാഫിർ നിർഭയത്വം കൊടുക്കണമെന്നാണ് ഇസ്ലാമിന്റെ ഭാഷ്യം. അതേപോലെ തന്നെ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ കരാറിൽ ഏർപ്പെടുകയാണ്. ഒന്ന് ഇസ്ലാമിക രാഷ്ട്രം, മറ്റൊന്ന് കുഫറിന്റെ രാഷ്ട്രം. അല്ലെങ്കിൽ രണ്ട് സമൂഹം തമ്മിൽ കരാറിൽ ഏർപ്പെടുകയാണ്. നമ്മൾ തമ്മിൽ യുദ്ധമില്ല, ശത്രുതയില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ദീനനുസരിച്ച് ജീവിക്കാം, നമ്മൾ നമ്മുടെ ദീനനുസരിച്ച് ജീവിക്കുന്നു, നമ്മൾ തമ്മിൽ കലഹങ്ങളില്ല, കുഴപ്പങ്ങളില്ല എന്ന് പറഞ്ഞ് കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ കരാറിൽ ഏർപ്പെട്ട സമൂഹത്തെ ഉപദ്രവിക്കാൻ പാടില്ല. അവന് മുആഹദ് എന്നാണ് പറയുക ഇസ്ലാമിന്റെ ഭാഷയിൽ. മുആഹദ്, കരാറിൽ ഏർപ്പെട്ട വ്യക്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും കരാറിൽ ഏർപ്പെട്ട വ്യക്തിയെ കൊന്നാൽ അവന് സ്വർഗത്തിന്റെ മണം പോലും കിട്ടുകയില്ല. സ്വർഗത്തിന്റെ മണം 40 വർഷത്തെ വൈദൂരം മണക്കുന്നതാണ്. ആ മണം ആസ്വദിക്കാൻ കഴിയില്ല കരാറിൽ ഏർപ്പെട്ട ഒരു കാഫിറിനെ കൊന്നാൽ. ബുഖാരി ഉദ്ധരിച്ച ഹദീസ. ഇസ്ലാം ഒരിക്കലും തന്നെ കലാപങ്ങളും കുഴപ്പങ്ങളും പ്രൊമോട്ട് ചെയ്യുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നില്ല. ജിഹാദ് പോലും, ഇസ്ലാമിന്റെ ഉള്ളിലുള്ള ജിഹാദ് പോലും നിർഭയത്വത്തിന് വേണ്ടിയുള്ളതാ, കുഴപ്പങ്ങൾ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയാ. ഇസ്ലാമിനെതിരെ വരുന്ന ശത്രുക്കളെ ഒതുക്കാനാ, മുസ്ലിങ്ങൾക്കെതിരെ രംഗത്തിറങ്ങുന്ന, ഇസ്ലാമിനെതിരെ രംഗത്തിറങ്ങുന്നവരെ ഒതുക്കാനും മുസ്ലിങ്ങൾക്ക് നിർഭയത്വം ഉണ്ടാക്കാനും വേണ്ടിയാണ് ജിഹാദ് നിയമമാക്കിയത്. അല്ലാതെ വേറൊരാളെ കൊല്ലാൻ വേണ്ടിയല്ല. അത് ജിഹാദ് എന്നുള്ളത് മഖ്സൂദുൻ ദാത്തിയല്ല എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അടിസ്ഥാന ലക്ഷ്യമല്ല എന്നുള്ളത്, മറ്റൊരു കാര്യത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ജിഹാദിനെ നിയമമാക്കിയത് എന്ന്. പിന്നെ ഇസ്ലാം എതിർക്കാനും കൊല്ലാനും യുദ്ധം ചെയ്യാനും പ്രോത്സാഹിപ്പിക്കുന്നത് അല്ലെങ്കിൽ അനുവാദം തരുന്നത് ഹർബീന് മാത്രമാണ്. മുസ്ലിങ്ങൾക്കെതിരെ ശത്രുത വെച്ച് പുലർത്തുന്ന, ഇസ്ലാമിനെതിരെ ശത്രു വെച്ച് പുലർത്തുന്ന, മുസ്ലിങ്ങളെ കൊല്ലുകയും ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഇസ്ലാമിന്റെ ശത്രുവായ കാഫിർ, മുസ്ലിങ്ങളുടെ ശത്രുവായ കാഫിർ, അവനോട് യുദ്ധം ചെയ്യാൻ, അവനെ കൊല്ലാൻ മാത്രമാണ് ഇസ്ലാം അനുവാദം നൽകുന്നത്. ഇങ്ങോട്ട് കൊല്ലുന്നവനെ ഇങ്ങോട്ട് കൊല്ലാൻ, ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വരുന്നവരെ അങ്ങോട്ട് യുദ്ധം ചെയ്യാൻ,
അങ്ങനെയുള്ള ഹർബി എന്ന് പറയാ, യുദ്ധം ചെയ്യുന്ന കാഫിർ. അത്രമാത്രം വിശദമായി നിലപാടുകൾ പറഞ്ഞ ഒരു ദീനാണ് ഇസ്ലാം. നമ്മുടെ ലക്ഷ്യം, ജീവിതത്തിന്റെ ലക്ഷ്യം കൊലയോ കൊല്ലലോ ഒന്നുമല്ല, കലാപങ്ങളോ കുഴപ്പങ്ങളോ ഒന്നുമല്ല. മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവിക്കുന്ന കാലം അത്രയും അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുക എന്നതാണ്. അതാണ് നമ്മുടെ ലക്ഷ്യം. തൗഹീദിനെ സാക്ഷാത്കരിക്കുക. ജീവിക്കുന്ന നാട് ഏതായാലും അവിടെ തൗഹീദ് അനുസരിച്ച് ജീവിക്കാനുള്ള പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക, സുന്നത്തനുസരിച്ച് ജീവിക്കാനുള്ള പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക. എന്നിട്ട് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക, റസൂലുള്ളാഹിന്റെ സുന്നത്തനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകുക. ഇതാണ് ജീവിതം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അതാണ് അള്ളാഹു പറഞ്ഞത്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. നാം നിങ്ങളെ സൃഷ്ടിച്ചത് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നാം മരണത്തെയും ജീവിതത്തെയും തക്ദീർ ചെയ്തത്, കണക്കാക്കിയത്, സൃഷ്ടിച്ചത്, സംവിധാനിച്ചത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങൾ ഏറ്റവും നല്ല പ്രവർത്തനം ചെയ്യുന്നവരാര് എന്ന് പരിശോധിക്കാനാണ് എന്ന്. മരണം സുനിശ്ചിതമാണ്. മരണം എല്ലാവർക്കും സംഭവിക്കും. മരണത്തിന് ശേഷമുള്ള ജീവിതം യാഥാർത്ഥ്യമാണ്. ഇവിടെ ദേഹിയും ദേഹവും തമ്മിലുള്ള, ശരീരവും റൂഹും തമ്മിലുള്ള ബന്ധം എപ്പോഴും വിച്ഛേദിക്കപ്പെടാം. ആർക്കും അതിൽ ഗ്യാരണ്ടിയില്ല. മരിച്ചതിന് ശേഷമുള്ള ജീവിതത്തിൽ വിജയിക്കുക എന്നതാണ് ജീവിക്കുന്ന കാലത്തത്രയും ഓരോ വ്യക്തിയുടെയും മേൽ ബാധ്യതയായിട്ടുള്ളത്. അതാണ് ഓരോ വ്യക്തിയും ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും പഠിക്കാനും പ്രാവർത്തികമാക്കാനും അതിലേക്ക് ക്ഷണിക്കാനും നാം സമയം കണ്ടെത്തണം. നമ്മുടെ സമയത്തിന്റെ ഭാഗം, നമ്മുടെ സമ്പത്തിന്റെ ഒരു ഭാഗം, നമ്മുടെ ആയുസിന്റെ, നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗം ദീൻ പഠിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും പ്രബോധനം ചെയ്യുന്നതിനും വേണ്ടി കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും പാലിക്കണമെന്ന് വീണ്ടും എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ദീനിലേക്കുള്ള ദഅവത്ത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ വിശേഷണമായി എടുത്തു പറഞ്ഞത് ദഅവത്താണ്. പല വിശേഷണങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടേതായിട്ട് എടുത്തു പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ അല്ലാഹു പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വിശേഷണം ഈ ഉമ്മത്ത് ദായിമാരാണ് എന്നുള്ളതാണ്. നാം ഓരോരുത്തരും അള്ളാഹുവിന്റെ ദീനിന്റെ ദായിമാരാകണം. അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കുന്നവരായി മാറണം. അത് നമ്മുടെ മേൽ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബാക്കളെ അഭിസംബോധന ചെയ്തിട്ട് പറഞ്ഞത്, കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. നിങ്ങൾ ഏറ്റവും നല്ല സമുദായമാണ്, ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഏറ്റവും നല്ല സമുദായമാണ് നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു ആ സമുദായം ഏറ്റവും നന്നാകാനുള്ള ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് പറയാം. തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ നന്മ കൽപ്പിക്കുന്നവരും തിന്മ നിരോധിക്കുന്നവരുമാണ് എന്നാണ്. മൂന്നാമത് അല്ലാഹു പറഞ്ഞു വതുഅ്മിനൂന ബില്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ അംഗീകരിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് മുഫസ്സിറുകൾ എഴുതി, പണ്ഡിതന്മാർ എഴുതി. മൂന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല തുഅ്മിനൂന ബില്ലാഹ് എന്ന് പറയാൻ കാരണം ഒരു മുഅ്മിനിന്റെ അടിസ്ഥാന രണ്ട് ഗുണങ്ങളാണ് അംറും ബിൽ മഅറൂഫും നഹിയുൻ അനിൽ മുൻകറും. നന്മ കൽപ്പിക്കലും തിന്മ നിരോധിക്കുകയും ചെയ്യുക എന്നുള്ളത്. അല്ലാഹു പറഞ്ഞു ഫൽതകും മിൻകും ഉമ്മ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഒരു ടീം ഉണ്ടാകണം. ചില മുഫസ്സിറുകൾ എഴുതി നിങ്ങൾ ഓരോരുത്തരും ആകണം എന്നാണ് അള്ളാഹുവിന്റെ ഈ സംസാരത്തിന്റെ അർത്ഥം എന്ന്. നിങ്ങൾ ഓരോരുത്തരും ആകണം. ആരാകണം? യദ്ഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് ഖൈറിലേക്ക് ക്ഷണിക്കുന്ന ആളായി മാറണം. പൊതുവായി പറഞ്ഞു, ഖൈർ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്, വിശാലാർത്ഥമാണ് ഖൈറിന്. യദ്ഊന ഇലൽ ഖൈർ, നന്മയായിട്ട് എന്തുണ്ടോ അതിലേക്കെല്ലാം ക്ഷണിക്കുന്നവരാകണം നിങ്ങൾ. എന്നിട്ട് അല്ലാഹു വീണ്ടും പ്രത്യേകമായി പറഞ്ഞു വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. വിശിഷ്യ പ്രത്യേകിച്ച് നിങ്ങൾ നന്മ കൽപ്പിക്കുന്നവരും തിന്മ നിരോധിക്കുന്നവരുമാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലതഅ്മുറുന്ന ബിൽ മഅറൂഫ്,
വലതൻഹൗന അനിൽ മുൻകർ ഔ ലയൂസികന്ന അല്ലാഹു അൻ യബ്അസ അലൈക്കും ഇഖാബൻ മിൻഹു സുമ്മ തദ്ഊനഹു ഫലാ യസ്തജാബു ലക്കും. നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ ചെയ്യണം, തിന്മ നിരോധിക്കുക തന്നെ ചെയ്യണം. അല്ല എങ്കിൽ അല്ലാഹു നിങ്ങൾ ശിക്ഷ ഇറക്കും. ശിക്ഷ ഇറക്കി കഴിഞ്ഞാൽ ആ ശിക്ഷ നീങ്ങിക്കിട്ടാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്താൽ അല്ലാഹു ദുആ സ്വീകരിക്കുകയില്ല എന്ന്. ദഅവത്ത് ചെയ്യുന്ന സമൂഹത്തിൽ അല്ലാഹു ശിക്ഷ ഇറക്കൂല. ഇസ്ലാഹി പ്രവർത്തനങ്ങൾ നടത്തുന്ന നന്മയായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്കിടയിൽ അല്ലാഹു ശിക്ഷ ഇറക്കുകയില്ല എന്ന് അല്ലാഹു റസൂലുള്ളാഹി വഅദ ചെയ്തിട്ടുണ്ട്. അല്ലാഹു ഒരു ഖൗമിനെ, ആ ഖൗമ് നന്മ കൽപ്പിക്കുന്ന കാലത്രയും നാം ശിക്ഷിക്കുകയില്ല എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നന്മയിലേക്ക് ക്ഷണിക്കുന്നവരാകുക എന്നുള്ളത് നാം ഓരോരുത്തരുടെയും ബാധ്യതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൻ നാസ് അൻഫഉൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും ഉത്തമർ ജനങ്ങൾക്കേറെ ഉപകാരമുള്ള ആളാണ്. ജനങ്ങൾക്കേറെ ഉപകാരമുള്ള ആളാണ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്ന്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാർ ആരും ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങൾക്കേറെ ഉപകാരമുള്ള ആളാണ്. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാരോ അവർ ഏറ്റവും ഉത്തമരാണ്, അള്ളാഹ്ക്കേറെ ഇഷ്ടമുള്ളവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മദീന പള്ളിയിൽ വർഷങ്ങളോളം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10 വർഷത്തോളം മദീന പള്ളിയിൽ 10 വർഷം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം എന്റെ ഒരു സഹോദരന്റെ ആവശ്യം പൂർത്തിയാക്കാൻ വേണ്ടി അവന്റെ കൂടെ പോക്കാണ്. സഹിയായ ഹദീസാണ്. എന്റെ സഹോദരന്റെ ഒരു ആവശ്യം പൂർത്തിയാക്കാൻ അവന്റെ കൂടെ പോകാണ് മദീന പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവർ, മറ്റുള്ളവരെ നന്മയിലേക്ക് ക്ഷണിക്കുന്നവർ, മറ്റുള്ളവരെ തിന്മ തടയുന്നവർ, അങ്ങനെയുള്ള പൊതുപ്രവർത്തനങ്ങൾ, ദാവ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാകണം നമ്മൾ എന്നത് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് അല്ലാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കാനാണ് എന്നതോടൊപ്പം തന്നെ ആ മഹത്തായ ലക്ഷ്യം പൂർത്തിയാക്കുന്നതിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുന്നവരാകണം നമ്മൾ. നമ്മുടെ നാടുകളിലുള്ള പൊതുവായ നന്മയായ പ്രവർത്തനങ്ങളിൽ സഹകരിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമയം കൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും സഹകരിക്കാനും പിന്തുണ നൽകാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഒരു ദായി പ്രവർത്തിക്കണം. ഞാൻ അല്ലാഹുവിന്റെ ദായിയാണ്, ഞാൻ സമൂഹത്തിന് ഉമ്മത്തിന് ഉപകരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യേണ്ട ആളാണ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയാണ്. ദായിയായി ജീവിക്കുക, ദായിയായി മരിക്കുക, അല്ലാഹുവിന്റെ ദീൻ പറഞ്ഞു നടക്കുന്ന ഒരാളാകുക, എത്താത്തവർക്ക് അല്ലാഹുവിന്റെ ദീൻ എത്തിച്ചു കൊടുക്കുന്ന ഒരാളാകുക, അറിയാത്തവർക്ക് അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരാളാകുക, ഈ ഉമ്മത്തിന് ഉപകരിക്കുന്ന നല്ല പ്രവർത്തനങ്ങളിൽ സജ്ജരാകുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന നല്ല വ്യക്തിയാകുക, ഉമ്മത്തിന് ഉപകരിക്കുന്ന പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ കൂടുന്ന ആളാകുക. ഇതൊക്കെയാകണം നമ്മുടെ ചിന്ത. പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിലെ യുവാക്കൾ, ചെറുപ്പക്കാർ, ചെറിയ മക്കൾ, അവരൊക്കെ ഈ ഒരു വലിയ ലക്ഷ്യത്തിൽ നിന്നും എഴുതിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് പൊതുവായ നന്മയായ പ്രവർത്തനങ്ങളിൽ സജ്ജരാകാൻ സാധിക്കുന്നില്ല, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പറ്റുന്നില്ല. കാരണം നമ്മളുടെ ലോകം മറ്റൊന്നായി മാറി. സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന തെറ്റായ ചിന്തകൾ, തെറ്റായ ആശയങ്ങൾ അവരുടെ ഹൃദയത്തിൽ കയറിക്കൂടുകയും ദീനും ദീനനുസരിച്ചുള്ള ജീവിതവും ദീനി പ്രവർത്തനങ്ങളും നന്മയായ പ്രവർത്തനങ്ങളിൽ സഹകരിക്കലുമെല്ലാം അവർക്ക് നിസ്സാരവും വേണ്ടാത്തതുമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരെയും ചെറിയ മക്കളെയും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ സഹകരിപ്പിക്കണം. അവരുടെ ചിന്തയിലും ഈ ദാവത്ത് എന്ന ചിന്ത ഇട്ട് കൊടുക്കണം, ഈ ഇസ്ലാഹി പ്രവർത്തനത്തിന്റെ ചിന്ത ഇട്ട് കൊടുക്കണം. അള്ളാഹു പറഞ്ഞതുപോലെ അവർ നന്മ ചെയ്യുന്നവരായിരിക്കെ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരായിരിക്കെ, ഇസ്ലാഹി ചെയ്യുന്നവരായിരിക്കെ അവരെ നാം ശിക്ഷിക്കുകയില്ല എന്നാണ് അള്ളാഹു പറഞ്ഞത്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ സഹകരിപ്പിക്കാൻ ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള നല്ല പ്രവർത്തനങ്ങളിൽ സഹകരിക്കാനും അതിന്റെ ഭാഗവാക്കാകാനും ദീനനുസരിച്ച് ജീവിക്കാനും ദീനിന്റെ ദായിയായി ജീവിക്കാനും അങ്ങനെ മരണപ്പെടാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ശിഷ്ടകാല ജീവിതം അള്ളാഹുവിനെ അനുസരിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി ജീവിക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. കേട്ടതിലും പറഞ്ഞതിലും ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം
وتب علينا إنك أنت التواب الرحيم. أقول قولي هذا أستغفر الله لي ولكم ولجميع المسلمين.